ഈ ബിഷപ്പിനും ഈ ഫിറോസിക്കാക്കും ഈ കണ്ട ജനങ്ങൾക്കും പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇന്നുവരെ അറിയില്ല. ഒരാഴ്ച മുന്നേ എനിക്ക് മെസ്സേജ് എന്തുകൊണ്ടടി വിശേഷം സുഖമാണ്, അല്ലെങ്കിൽ എനിക്ക് ആ 21 വയസ്സ് തന്നെ അറിയാമെന്നല്ലേ ഇവർ പറയുന്നത്. സൗകര്യമല്ലേ പറയുന്നത്. ഷഫീന ബീവി എന്ന് പറയുന്ന പുള്ളിക്കാരി ഇങ്ങനെ ഒരു ഇതിട്ടല്ലോ, എന്താ അതിന്റെ അർത്ഥം? ബിഷപ്പിന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്? അല്ലെ എന്റെ മക്കളെ ബാധിക്കുന്ന കാര്യമില്ല. പേഴ്സണൽ വോയിസ് എടുത്തിട്ട് യൂട്യൂബിൽ ഇടുക, പബ്ലിക് ആക്കുക, അങ്ങനത്തെ ചെറ്റത്തരം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട്. ഈ യൂട്യൂബിൽ ഹനാൻ എന്ന് പറയുന്ന ഒരാള് ചേച്ചിയെ കുറിച്ചിട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പറഞ്ഞു ഈ അബോഷൻ ചെയ്തു പല കാര്യങ്ങൾ. അപ്പൊ അതിനെ കുറിച്ച് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഈ പേര് പറഞ്ഞ പുള്ളിക്കാരി എന്റെ ഫ്രണ്ടായിരുന്നു. ഞാൻ ബിഗ് ബോസിന് പോകുന്നതിന് ഒരാഴ്ച മുന്നേ എനിക്ക് മെസ്സേജ് എന്തുകൊണ്ടടി വിശേഷം സുഖമാണോ? ഞാൻ പറഞ്ഞു ആ സുഖമാണ്. ഞാൻ അങ്ങനെ ആരുമായിട്ട് കോണ്ടാക്ട് ഒന്നും ചെയ്യാറില്ല, ഇല്ലാത്തൊരു വ്യക്തിയാണ്. വല്ലപ്പോഴും മെസ്സേജ് അയക്കും. അങ്ങനെ അയച്ചൊരു വ്യക്തി ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ വിവാദം നടക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് അവർക്കേ അറിയത്തില്ല. എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാനില്ല. അപ്പൊ പേഴ്സണൽ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ ആയിട്ട് നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അപ്പൊ എന്തിനായിരിക്കും ഇങ്ങനെ ചേച്ചിനെ ടാർഗറ്റ് അവർക്ക് റീച്ചിനായിരിക്കും. അത് അവർക്കല്ലേ അറിയത്തുള്ളൂ. റീച്ചിന് വേണ്ടിട്ട് സുഹൃത്തിനെ അങ്ങനെ ചെയ്യുവോ? എനിക്കറിയത്തില്ല. ഞാൻ എല്ലാരും സുഹൃത്തായിട്ട് കാണുന്നത്, അവര് പലരും എന്നെ സുഹൃത്തായിട്ട് കണ്ടു കാണത്തില്ലായിരിക്കും. അതാവും. ഈ ചേച്ചിയുടെ അല്ല, അങ്ങനെ ആണേലും അല്ലെങ്കിലും ഇപ്പൊ ഇവർക്ക് എന്താണ് പ്രശ്നം? എന്നെ ബാധിക്കുന്ന കാര്യമല്ലേ, അല്ലെ എന്റെ മക്കളെ ബാധിക്കുന്ന കാര്യമല്ലേ, എന്റെ ഫാമിലിയെ ബാധിക്കുന്ന കാര്യമല്ലേ, സുധിച്ചാന്റെ ഫാമിലിയെ ബാധിക്കുന്ന കാര്യമല്ലേ. നിങ്ങൾക്ക് ഇത്രയും പേർക്ക് ഒരു കുഴപ്പമില്ല, പിന്നെ ആർക്കാന്നേ പ്രശ്നം? അല്ല, ഇവര് കൊണ്ടുവരട്ടെ. ആ 21 വയസ്സുകാരനെ ഇവര് കൊണ്ടുവരട്ടെ. ഒരാള് വേണമല്ലോ. ഇവര് തെളിവ് വേണമല്ലോ. കൊണ്ടുവരാൻ പറയട്ടെ. അല്ലെങ്കിൽ എനിക്ക് ആ 21 വയസ്സുകാരനെ അറിയാന്നല്ലേ ഇവര് പറയുന്നത്. സൗകര്യമല്ലേ പറയാൻ. അതുപോലെ തന്നെ ചേച്ചിയുടെ പപ്പേനെയും വീട്ടുകാരെയും ഒക്കെ പലരും മോശമായിട്ട് ഇതുപോലെ പറയുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താണ്? ഞാനിങ്ങനെ എന്താ പറയാ, മുന്നോട്ട് പോകുന്നതോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയതോ ഒന്നും ഇഷ്ടമില്ലാതെ കണ്ണിക്കടിയുള്ളവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് എന്താണ് പ്രശ്നം? ഞാൻ എൻ്റെ വഴിയെ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ഹാപ്പിയാണ്. പിന്നെ ഇവറ്റകൾ പറഞ്ഞാൽ അവർക്ക് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഈ ബിഷപ്പായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയോ? ഓ, ബിഷപ്പ് പിതാവ്. ഓക്കെ, പിതാവുമായിട്ടുള്ള പ്രശ്നം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ചേച്ചി, കാരണം ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ, താത്തയോ, അവരുടെ ഒരു വ്ളോഗ് കണ്ടു. രേണുസുധിയുടെ ഒക്കെ വീട്ടിൽ ആൾക്കാർ വരുന്നതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബിഷപ്പിന് ശല്യമാണ് ഞങ്ങൾ. എൻ്റെ ചേച്ചി നേരെ ബിഷപ്പിനെ എൻ്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. ഹലോ, തിരുമേനിയല്ലേ? അത് പറഞ്ഞോളൂ മോളെ, ഇന്ന പോലെ ഒരു പ്രശ്നം, ഒരു താത്ത ഷഫീന ബീവി എന്ന് പറയുന്ന പുള്ളിക്കാരി ഇങ്ങനെ ഒരു ഇതിട്ടല്ലോ, എന്താ അതിന്റെ അർത്ഥം? ബിഷപ്പിന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്? മോളെ, ഒരു പ്രശ്നമില്ല. ഞാൻ ഒരിക്കലും ഒരു വ്ളോഗേഴ്സിനോട് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. രേണുസുധിയെ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഇപ്പൊ കുറ്റപ്പെടുത്തുന്നതില്ല. നേരത്തെയൊക്കെ കുറെ കുറ്റപ്പെടുത്തിയായിരുന്നു. അപ്പൊ ഇപ്പോഴും ഓരോ വ്ളോഗർമാർ എന്നോട് ചോദിക്കാറുണ്ട്, രേണുസുധിയെ കുറ്റം പറയാൻ ഫാദർ വരുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഒരു ഇതിനുമില്ല എന്നാണ് അദ്ദേഹം, ആ പിതാവ്, എൻ്റെ ചേച്ചിയോട് ഫോണിൽ സംസാരിച്ചത്. അതിനെ റെക്കോർഡ് എൻ്റെ ഫോണിൽ ഞാൻ മറ്റേ ഈ ചില ആളുകൾ കാണിക്കുന്ന ചെറ്റത്തരവും തന്നെ പറയാം. പേഴ്സണൽ വോയിസ് എടുത്തിട്ട് യൂട്യൂബിൽ ഇടുക, പബ്ലിക് ആക്കുക, അങ്ങനത്തെ ചെറ്റത്തരം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിത് പബ്ലിക് ആക്കുന്നുമില്ല. എൻ്റെ ഫോണിനകത്ത് റെക്കോർഡ് അദ്ദേഹം പറഞ്ഞത്, ഞാനത് പബ്ലിക് ആക്കത്തില്ല. എൻ്റെ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തല്ല, ഓൾറെഡി റെക്കോർഡിങ് ഉള്ളതാണ്. സോ അത് എൻ്റെ ചേച്ചിയാണ് സംസാരിച്ചത്. ഞാൻ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ വോയിസ് ഞാൻ കേട്ടതുമാണ്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് രേണുസുധിക്കെതിരെ നിൽക്കത്തുമില്ല, ഇവരെ കൊണ്ട് ഒരു പ്രശ്നവും എനിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് പിതാവ് പറഞ്ഞത്. ശരിക്കും അന്ന് ബിഷപ്പായിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു? അന്ന് ബിഷപ്പായിട്ട് പ്രശ്നം എനിക്കറിയില്ല. ഈ ബിഷപ്പിനും ഈ ഫിറോസിക്കാക്കും ഈ കണ്ട ജനങ്ങൾക്കും പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇന്നുവരെ അറിയത്തില്ല. ഞാനുമായിട്ട് നേർക്കുനേരെ ഇവരാരും പ്രശ്നം വന്നിട്ടില്ല. ഞാൻ സെലിബ്രിറ്റി ആയി പോയതാണ് ഇവരുടെ എല്ലാം പ്രശ്നം. ഞാൻ ഒരു വീട്ടിനകത്ത് മൂലയിൽ കുത്തിയിരുന്ന് കരഞ്ഞാലോ ഇവരോടൊരു 500 രൂപ ചോദിച്ചാലോ ഇവർക്കാർക്കും പ്രശ്നം ഉണ്ടാകത്തില്ല. എന്നെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ചിന്തിച്ചത് ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഞാൻ എന്തിന് തല ഉയർത്തി നടക്കുന്നു, ഞാൻ എന്തിന് വലിയ സെലിബ്രിറ്റി, അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ കയറി, ഞാൻ എന്തിന് സെലിബ്രിറ്റി ആവുന്നു, ഞാൻ എന്തിന് ഈ 10-15 ആൽബം അഭിനയിക്കുന്നു, ഞാൻ എന്തിന് ബഹ്റൈന് പോകുന്നു, ഞാൻ എന്തിന് ദുബായി പോകുന്നു, ഇതൊക്കെ ആയിരിക്കും ഇവരുടെ കുഴപ്പം. ഞാൻ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവരെന്നെ സ്നേഹിക്കും. നമ്മുടെ കൂടെ നിന്നിട്ട് ഈ കാല് വരുന്നല്ലേ തിരിഞ്ഞു നിന്ന്, ഇപ്പൊ ഈ പറഞ്ഞ പുള്ളിക്കാരിയാണേലും ഇവരൊക്കെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ വീട്ടിൽ കുത്തിയിരുന്നു.